ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ പൂജപ്പുര പോയ വിശേഷങ്ങളാണ് കേട്ടോ. അവിടെ ഒത്തിരി സ്റ്റാളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഒത്തിരി വീഡിയോസിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഈയിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അമ്പലത്തിൽ തൊഴുതതിന് ശേഷം മഴയായതുകൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന് പോയി സ്റ്റാളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. ചെറിക്കുട്ടനും മോളും ഞാനും ഏട്ടനും കൂടെയാണ് പോയത്. പക്ഷേ പോയത് തന്നെ ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ശ്വാസം മുട്ടുന്ന തിരക്ക്. നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് അകത്ത് പെട്ടുപോയല്ലോ എന്ന് കരുതി. അമ്മാതിരി തിരക്കാണ് കേട്ടോ. റൈഡിലൊക്കെ കയറാനായിരുന്നാലും ഒത്തിരി തിരക്കുകളാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി റൈഡിലൊന്നും കയറാൻ നിന്നില്ല. നേരെ ഇറങ്ങി ഒന്ന് സ്റ്റൗളിലോട്ട് കയറി നോക്കി. അവിടെ നല്ല ഒത്തിരി ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാണ്. അപ്പോൾ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഇത്രയും റഷായിട്ട് ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഇത്രയ്ക്ക് ചൂട്. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ചുറ്റി നോക്കി. നമുക്ക് കടകൾ, ആ വരിയിലിരിക്കുന്ന കടകൾ പോലും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് ഏത് കടയാന്ന് പോലും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആൾക്കാർ അപ്പുറം ഇപ്പുറം കൂടെ നിന്ന് മറിഞ്ഞിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങിയായിരുന്നു. അങ്ങനെ ഇരുന്നിരുന്നു പുറത്ത് പോയപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് പുറത്ത് പോയപ്പോൾ ഒന്ന് നേരെ കാണാൻ പോലും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ നമുക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. പിന്നെ അമ്പലത്തിലേക്ക് കയറി തൊഴുതതിന് ശേഷം അമ്പലത്തിൻ്റെ സൈഡിലൊന്നും തിരക്കില്ല. മൊത്തം സ്റ്റോളിലും പിന്നെ ആ ഗ്രൗണ്ടിലുണ്ടല്ലോ റൈഡൊക്കെ നടക്കുന്നില്ലേ, അവിടെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് റഷ് എന്ന് വെച്ചാൽ ഈ പൊടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ അമ്പലത്തിൻ്റെ സൈഡിലോട്ട് വന്നു. അവിടെ ഗാനമേളയൊക്കെ നടക്കാൻ പോകുമായിരുന്നു. റോഡിൽ തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു. റോഡിൽ നമ്മൾ കഷ്ടപ്പെട്ടാണ് നമ്മൾ അവിടെ ഒന്ന് എത്തിപ്പെട്ടത്. പെട്ടിട്ടാണല്ല അവിടെ നമ്മൾ പെട്ടുപോയി കേട്ടോ. ആ ഗ്രൗണ്ടിലൊക്കെ എൻ്റെ ചെറുക്കൂടെ കരഞ്ഞിട്ടൊന്നുമില്ല, നല്ല കുട്ടിയായിട്ട്. ഈ ഗാനമേള ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കുന്നതാണ്. 9ാം ദിവസമായ ഇന്ന് കുമാരി അമൃത ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ഗാനമേള ഉടനെ ആരംഭിക്കുന്നതാണ്. എല്ലാ കലാസ്നേഹികളെയും പൂജപ്പുര ജനകീയ സമിതിക്ക് വേണ്ടി ഓഡിറ്റോറിയം കണക്കിട്ടിട്ടുണ്ട്. അതിന് ക്ഷേത്ര ഓഫീസിൽ ഗ്രൗണ്ടിലെ ഒന്നും നേരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ഒരു ഗാനമേളയെങ്കിലും കാണാമെന്ന് വെച്ചിട്ട് അവിടെ ഒരു പാട്ട് കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് ആ ഗാനമേളയെ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സ്റ്റോളിലൊന്ന് കറങ്ങി ഒന്നും സാധനങ്ങൾ പോലും കണ്ടില്ല. ഉടൻ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ വേർത്ത് ആകെ വരുമായിട്ടുണ്ട് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ പൂജപ്പുര കുഞ്ഞു കുട്ടികൾക്കുള്ള പാർക്കുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ പോയി ഒത്തിരി നേരം ഇരുന്നായിരുന്നു. എന്തായാലും വന്നതല്ലേ, ഈ സ്ഥലത്തൊന്നും ആരുമില്ല. ഫുള്ള് ഗ്രൗണ്ടിലും സ്റ്റോളിലുമാണ് ഒത്തിരി തിരക്കായിരുന്നത്. ഈ 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ, അതുകൊണ്ടാവും തോന്നുന്നു ഇത്രയും തിരക്ക്. പിന്നെ ഫസ്റ്റ് തുടക്കം ടൈമിലൊക്കെ നല്ല മഴയായിരുന്നു, ആർക്കും വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്കൂള് അടച്ച ടൈമൊക്കെ അല്ലേ, അതുകൊണ്ടാവും ഇത്രമാത്രം തിരക്ക്. അതിനുള്ള സ്പേസും അവിടെ ഇല്ല, അതുകൊണ്ടാവും ഇത്രയും നമുക്ക് ചൂടും വെപ്രാളവും ഒക്കെ അല്ലാതെ ആകെ പെട്ടുപോയി. പിന്നെ മോള് ഈ ബൗള് പെരുക്കുന്നതൊക്കെ മേടിച്ചു. അങ്ങനെ ചെറുക്കൂട്ടനും അപ്പൂപ്പനും ഒക്കെ കൂടെ നിന്ന് ആ ബൗളൊക്കെ പെരുക്കി. ഒത്തിരി പേര് ചോദിക്കാറുണ്ടായിരുന്നു, ഏട്ടനെ വീഡിയോയിൽ കാണിക്കുന്നില്ലല്ലോ, കാണാറില്ലല്ലോ എന്ന്. എങ്ങനെയാണ് ടൈം കിട്ടാറില്ല, നമ്മൾ പോകുമ്പോൾ ഏട്ടന് ടൈം കിട്ടാറില്ല. ഇന്ന് കുറേ ദിവസത്തിന് ശേഷം ചേട്ടന് കറക്റ്റായിട്ട് നമ്മൾ ഇറങ്ങുന്ന ടൈമിന് വരാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ചൊരു വീഡിയോയിൽ കേട്ടോ. കഴിഞ്ഞ് പുറത്തിറങ്ങി കുഞ്ഞിന് ടോയ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുഞ്ഞ് കാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി. ഇത് നമ്മൾ തലേ ദിവസം നമ്മൾ സരസ്വതി ദേവിയെ തൊഴാനായിട്ടും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാത്രിയാണ് പോയത്, ഓരോ ടൈം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ 9 തൊട്ട് 10 മണി വരെ ആ ടൈമിനാണ് നമ്മൾ ചെറിക്കൂട്ടനും ചേട്ടച്ചനും മോളും ഞാനും കൂടി പോയതേ. അങ്ങനെ അവിടെ പോയിട്ട് അവിടെ ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ തൊഴുതിട്ടൊക്കെ നമ്മൾ തിരിച്ചു വന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമല്ല ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും പൂജ വയ്പ്പിൻ്റെ ആശംസകൾ. എല്ലാവരും പൂജയൊക്കെ വച്ചിട്ട് ഇരിപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വിശേഷം. നാളെ പുതിയ വിശേഷമായിട്ട് വരുന്നതാണ്. ടാറ്റാ, ബൈ ബൈ, സി യു.